on students since 2006. He has an impressive academic background, including degrees in arts, masters, and doctoral studies, as well as certificates in languages such as Arabic and Urdu. I extend a warm welcome to Dr. Hafiz Estate. Thank you for being here with us on this special day. Welcome, sir. I take this opportunity to welcome our academic coordinator, Sujitra ma'am, KG in charge, Lalita ma'am, staff secretary, Vidit sir, and all other dear teachers. Without you, we have no existence and celebrations. A grateful welcome to all of you. Welcome. Teach with utmost pleasure that I welcome all the non-teaching staff who always support us. Happy welcome to all of you. Welcome. Last but not the least, I welcome all my friends to the glorious celebrations. Once
respected Father Chapo Kurikulam, Father Matthew Uttangali Padigal, and teachers, my friends, dear students. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ചിൽഡ്രൻസ് ഡേ. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ. അതായത് ശ്രീബുദ്ധൻ കേട്ടോ, അദ്ദേഹം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തൊരു ചെറിയ കഥയാണ്. ഒരിടത്ത് ഒരു മഞ്ഞുതുള്ളി ഉണ്ടായിരുന്നു. ഒരു നദിയുടെ കരയിൽ ഒരു പുൽക്കൊടിയുടെ തുമ്പിലായിട്ട് മനോഹരമായ ഒരു മഞ്ഞുതുള്ളി ഉണ്ടായിരുന്നു. മഞ്ഞുതുള്ളി, വെള്ളത്തുള്ളി വ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലേ? വളരെ ട്രാൻസ്പാരൻ്റായി വളരെ ഭംഗിയുള്ള ഡ്രോപ്പല്ലേ? ഓക്കെ. അങ്ങനെ ഈ ഡ്രോപ്പ് നദിയിലേക്ക് വീണു. നദിയിൽ ഇങ്ങനെ കുത്തി മറിഞ്ഞ് നദിയിലൂടെ ഒഴുകി പോകുന്ന വഴിയിൽ പുലികളോട്, വെള്ളത്തിലുള്ള മത്സ്യങ്ങളോട്, കരയിലുള്ള മണമുള്ള പൂക്കളോടൊക്കെ കൂട്ടുകൂടി അവയൊക്കെ തട്ടി കഴുകി തലോടി അങ്ങനെ ഒഴുകി പോയപ്പോൾ മഞ്ഞുതുള്ളിക്ക് എന്തുണ്ടായി? ഈ പൂക്കളുടെ സുഗന്ധവും ജലജീവികളുമായി തൊട്ട് പോയപ്പോൾ നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല ഭംഗിയായി ഇങ്ങനെ ഒഴുകി പൊട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെളി കൊണ്ട് വേണം. അറിയാലോ ചെളി വെള്ളം. അപ്പോൾ ഈ വെള്ളത്തോട് വിചാരിച്ചു, ഇനി എന്ത് ചെയ്യാം? ഇതിലൊന്ന് കുത്തി മറഞ്ഞെണീറ്റ് പോകാം. അങ്ങനെ ഈ ജലത്തുള്ളി എന്ത് ചെയ്തു? നേരെ ചെടിയിലേക്ക് ഇറങ്ങി കുത്തി മറിഞ്ഞ് കരയിലേക്ക്, അതായത് ചെളി വെള്ളത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കയറി. അറിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? വെള്ളത്തുള്ളിയുടെ നിറം മാറി. അങ്ങനെയല്ലേ? ചെളിയായി. അതാകെ വിഷമിച്ചു. അത് വീണ്ടും മുന്നോട്ട് ഒഴുകിക്കൊണ്ടേയിരുന്നു. അതിന് നിറമാകെ മാറിയിരിക്കുന്നു. അങ്ങനെ വീണ്ടും കുറച്ചു പോയപ്പോൾ വേറൊരു വെള്ളത്തുള്ളി കണ്ടു. ആ വെള്ളത്തുള്ളിയോട് ഈ പഴയ ചെറിയ വെള്ളത്തുള്ളി പറഞ്ഞു, നീ എത്ര സുന്ദരിയാണ്, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പോൾ ആ പുതിയ വെള്ളത്തുള്ളി പറഞ്ഞു, പണ്ട് നീയും ഇങ്ങനെയായിരുന്നു, നീയും എന്നെപ്പോലെ പരിശുദ്ധയായിരുന്നു. നീ ആ ചെളിക്കുള്ളിൽ മുങ്ങി എണീറ്റത് കൊണ്ടാണ് നിനക്ക് ഈ നിറവ്യത്യാസം സംഭവിച്ചത്. നിനക്കിനി ഒരിക്കലും പഴയതുപോലെയാകാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാധനം, കുഞ്ഞുങ്ങൾ എന്തുപോലെയാണ്? ജലത്തുള്ളി പോലെയാണ്. നിങ്ങൾ ഓരോരുത്തരും വളരെ ട്രാൻസ്പാരൻ്റായ ജലത്തുള്ളി പോലെയാണ്. നമ്മൾ ആരുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലാകുന്നു, ആരുമായിട്ട് സഹകരിക്കുന്നു, ആരുമായിട്ട് ജോലി ചെയ്യുന്നു, അതേ ക്യാരക്ടറും അതേ സ്വഭാവമാണ് നമുക്ക് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ഫംഗ്ഷൻ ഇനാഗുറേഷൻ ഞാൻ നിർവഹിച്ചതായി കൂടി അറിയിക്കുന്നു. ശരി. നിങ്ങൾ ഈ മെന്റലിസം എന്ന സംഭവം കേട്ടിട്ടുണ്ടോ? നമുക്ക് യൂട്യൂബിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ? അത് പാർട്ട് ഓഫ് മാജിക്കാണ്, അല്ലാതെ ഒരു സൂപ്പർ നാച്ചുറൽ പവറൊന്നുമല്ല. അപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ പലതും പറയുമ്പോൾ അത് സൂപ്പർ നാച്ചുറൽ പവറാണെന്ന് നമുക്ക് തോന്നും. ഓക്കെ. ഇത് മാജിക്കിൻ്റെ ഒരു പാർട്ടാണ്. ഇതിനോടൊപ്പം അല്പ സൈക്കോളജി, കോൾഡ് റീഡിങ്, ബോഡി ലാംഗ്വേജ് ഇതൊക്കെ വെച്ചിട്ടാണ് ഈ മെന്റലിസം എന്ന് പറയുന്ന ഷോ ചെയ്യുന്നത്. കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും ഒന്ന് കണ്ടു ചെയ്യും. എന്നിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. നമ്മൾ എല്ലാവരും കൂടി പതുക്കെ നടന്ന് ഒരു വണ്ടിയിൽ കയറി നേരെ സിറ്റിയിലേക്ക് പോയി. ഇമാജിൻ ചെയ്യുക, നമ്മൾ നേരെ സിറ്റിയിലേക്ക് പോയി. ഒരു ഫ്ലാറ്റിൻ്റെ മുമ്പിൽ നമ്മൾ വണ്ടി നിർത്തി.
ഒരു വലിയ ഫ്ലാറ്റാണ്. ഫ്ലാറ്റിന് മുമ്പിൽ നമ്മുടെ വണ്ടി നിർത്തി നമ്മുടെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റിസപ്ഷനിലേക്ക് കയറി. ആ റിസപ്ഷനിൽ ഒരു സുന്ദരിയായ ലേഡി ഇരിപ്പുണ്ട്. നമുക്കവരെ കാണാം. അവരുടെ അടുത്ത് പിന്നെ കോർണറിലൊക്കെ ആയിട്ട് നമ്മൾ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. നിങ്ങൾ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്തൊക്കെയോ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിൽ 2 വസ്തുക്കൾ നിങ്ങൾ മനസ്സിലൊന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കുക. ഓപ്പൺ ഐസ്. നിങ്ങൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങൾ പറയട്ടെ. ഒരു മരം കണ്ടോ? ഒരു കാർ കണ്ടോ? ഒരു ബൈക്ക് കണ്ടോ? ആ കണ്ടത് വാപ്പിടിച്ച്. ഓക്കെ കിട്ടിയോ? കിട്ടിയാലോ? പേടിയുണ്ടോ? ചെയ്യണോ? ഇല്ല. വൈഫ് ഏത് ക്ലാസ്സിലാണ്? 4th സ്റ്റാൻഡേർഡ്. വൈഫ് ഇഷ്ടപ്പെട്ട കളർ പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ബ്ലാക്കാണ്. ഓക്കെ. എന്താണ് ബ്ലാക്കിനെ പറ്റി അറിയാമോ? എന്താണ് അറിയില്ല. ഒരുപാട് ഭാവനയുള്ള ആൾക്കാരാണ് പെട്ടെന്ന് ബ്ലാക്ക് എന്ന് പറയുന്നത്. അതുപോലെ അത് പെട്ടെന്ന് തന്നെ ഓപ്പണായിട്ടൊന്നും സംസാരിക്കാൻ നമുക്ക് കാര്യമില്ല. ഇപ്പോഴത്തെ അവസ്ഥയല്ലേ പിന്നീടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു ചോദ്യം നോക്കിയാലോ? നോക്കാം. കഴിഞ്ഞോ? ടെൻഷൻ ഉണ്ടോ? ശരി, ടെൻഷൻ വേണ്ട. അവിടെ ഇരുന്നോട്ടെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫാദർ വളരെ ധൈര്യപൂർവ്വം നമുക്ക് ഇതിനു വേണ്ടി വന്നിരിക്കുകയാണ്. ഓക്കെ. ഞാനിനി ചെറിയൊരു പരിപാടി ചെയ്യുകയാണ്. ഫാദർ ഒരു 10 സെക്കൻഡേക്ക് ഒന്ന് കണ്ണടച്ചിരിക്കണം. ക്ലോസ് യുവർ ഐസ് ഫോർ 10 സെക്കൻഡ്. ഇപ്പോൾ ഫാദർ കണ്ണടച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നും ഫാദർ കാണുന്നില്ല. ഓക്കെ. ഇനി ഫാദർ കണ്ടുകൊണ്ടു. ഇപ്പോൾ ഫാദറിനോട് എന്താണ് സംഭവിച്ചതെന്ന് ഫാദർ അറിഞ്ഞില്ല. ഫാദറിന് പെർഫ്യൂമൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫാദറിൻ്റെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഒന്ന് പിടിച്ച്. ഓക്കെ, റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിച്ച്. ഓക്കെ. ഇപ്പോൾ ഈ നമുക്കറിയാതെ എന്താ വൈഭവിൻ്റെ കയ്യിൽ എന്താണുള്ളത് നമുക്കറിയാം. വൈഭവിൻ്റെ കയ്യിലുള്ള സാധനം വൈഭവ് നമ്മൾ പ്രിൻസിപ്പൽ അച്ഛനേക്ക് ഷെയർ കൊടുക്കുകയാണ്. വൈഭവ് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. വൈഫിൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടല്ലോ. ആ സാധനം അച്ഛൻ്റെ കയ്യിലേക്ക് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യോ? അച്ഛൻ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഫാദർ സ്മൃതി നോക്കി. സ്മൃതി നോക്കി പറഞ്ഞു. എന്താ പറഞ്ഞു? ജാസ്മിൻ എടുക്കുന്നുണ്ടോ? ഓക്കെ. ആക്ച്വലി ഞാൻ ജാസ്മിൻ പ്ലസ് വന്നിൽ ആരെങ്കിലും വന്നേ, ബോയോ ഗേളോ ആരെങ്കിലും വന്നേ, പേടിക്കണം, ധൈര്യമായി പോലും. ഹർഷൻ. ഓക്കെ, ഹർഷൻ പുസ്തകം വായിക്കാനുണ്ടോ? ഞാൻ ഹർഷന്റെ റീഡിംഗ് എബിലിറ്റി കുറച്ച് നേരത്തേക്ക് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഹർഷന്റെ റീഡിംഗ് എബിലിറ്റി അല്പസമയത്തേക്ക് ഞാനൊന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആരും സംസാരിക്കേണ്ട, ശ്രദ്ധിച്ചാൽ മതി. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഈ വേറെ ആരും പറയണ്ട. ഇത് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? പറ്റുന്നുണ്ട്. നമുക്ക് അക്ഷരം കൊണ്ട് വായിപ്പിക്കാം. അക്ഷരം കൊണ്ട് വായിച്ചേ.
Applausos. Applause. ശരി, ഓക്കെ. ഇനി നഷ്ടപ്പെട്ടു പോയ റീഡിംഗ് എബിലിറ്റി തിരിച്ചു വന്നു. എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ഫീലില്ല. ശരി, ഓക്കെ. അപ്പോൾ ഇതായിരുന്നു ആദ്യം കാണിച്ചത് അല്ലേ? Maintenance. ഇത് നമ്മൾ രണ്ടാമത് കാണിച്ചതായിരുന്നു. Education. ഇത് നമ്മൾ മൂന്നാമത് കാണിച്ചതായിരുന്നു. Conscience. ഇത് ലാസ്റ്റ് വൺ. Applause. ഓക്കെ, താങ്ക് യു. വളരെ ഉണ്ട്. നമുക്ക് പ്രിൻസിപ്പൽ അച്ഛനെ വിളിക്കാം. അച്ഛൻ തന്നെ. അച്ഛൻ പാപ്പോടെ ഫ്രീ ആയിട്ട് ഇനി നമ്മുടെ ഫാദറിൻ്റെ മനസ്സിൽ എന്തോ ഒരു ഗാനം, ഒരു സിനിമാ ഗാനം ഫാദറിൻ്റെ മനസ്സിലുണ്ട്. ഫാദർ ഗാനം മനസ്സിൽ ഇങ്ങനെ പാടുന്നതോടൊപ്പം തന്നെ ആ ഗാനത്തിന് സെൻറ്റിയിൽ കൊടുക്കുന്നതായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യും. ഓക്കെ, മാഡം മസിലൊക്കെ ഫ്രീ ആക്കിയിട്ട് കൈ ഫ്രീ ആയിട്ട് അതിലൂടെ അങ്ങ് ഓടിക്കുക. കൈ ഫ്രീ ആയിട്ട് പേപ്പറിലൂടെ എഴുതിക്കോളൂ. പാടിക്കൊണ്ടിരിക്കും, ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലിങ്ങനെ കൈ ഫ്രീ ഫ്രീ ആയിട്ട് പോട്ടെ. ഓക്കെ, അതുകൊണ്ടല്ല ഇനി ആ പേപ്പർ ഓക്കെ. നമ്മളെ മ്യൂസിക് മാമുണ്ട്. മ്യൂസിക് മാം ചെയ്യുന്നുണ്ട്. ആ പേപ്പർ കൊടുത്തോളൂ. അതൊന്ന് നമുക്ക് നോക്കിയിട്ട് ആ പാട്ടൊന്ന് പാടാൻ പറ്റും. അപ്പോൾ ഞാൻ എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനും ഒരു അവസരം നൽകാനും നാഷണൽ സ്കൂളിനോട്, പ്രിൻസിപ്പൽസിനോട്, വൈസ് പ്രിൻസിപ്പൽസിനോട്, പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ടീച്ചേഴ്സുണ്ട്, എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. Thank you, sir. Students, dedicated to children, the joy, innocence, and boundless optimism of children. Today, we want our first Prime Minister, Pandit Jawaharlal Nehru, affectionately known as Chacha Nehru, who had an immense love for children and saw them in the future of our nation. Now, our friends from grade 3 are here on stage with the speech to unfold the theme of Children's Day with us at 84.
സ്കൂളിലെ പ്രിൻസിപ്പൽ, ഈ സ്കൂളിലെ സ്നേഹസമ്പന്നരായ അധ്യാപകരെ, ഏറ്റവും പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കൊച്ചു കുഞ്ഞുങ്ങളെ, ഇന്ന് നവംബർ 14 ശിശുദിനം. ഇന്ത്യയിൽ ആകമാനം ഇന്ത്യയിൽ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സ്ഥലങ്ങളിലും വിദ്യാലയങ്ങളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുവാൻ വിദ്യാർത്ഥികളെയും സമൂഹത്തെയും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സ്കൂളിലേക്ക്, ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വന്നത്. ഞങ്ങൾ ആദ്യമായി സ്വീകരിച്ച ഈ സ്കൂളിൻ്റെ സ്കൂൾ അധികാരികൾ, പ്രിയമുള്ള വിദ്യാർത്ഥികൾ, എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും നവംബർ 14 ശിശുദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഒപ്പം തന്നെ നമുക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞയിലേക്ക് കിടക്കാം. എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കരകളെ മുന്നോട്ട് നീട്ടിപ്പിടിച്ച് ഈ പ്രതിജ്ഞ ഏൽപ്പിച്ചൊല്ലാം. ലഹരി വിരുദ്ധ പ്രതിജ്ഞ മാനവരാശിയെ നശിപ്പിക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. Thank you.
yesterday, Reverend Father Matthew Puttaparikal, Vice Principal of CAPS, Academic Coordinator, Staff Secretary. അത് വേറെ ആളറിയില്ല. ഓക്കെ, എൻ്റെ പേര് മനസ്സിലുള്ളത് എന്നാ ചെയ്യാം? മൈക്കൽ ജാക്സൺ അല്ലേ? അല്ല, കള്ളം പറയരുത്. മൈക്കൽ ജാക്സൺ അല്ല. ആണ് ടീച്ചറെ, ആണ്. മൈക്കൽ ജാക്സൺ അല്ല. അപ്പോൾ ബറാക് ഒബാമ ആണ്. കൺഫേം ആണോ? എല്ലാം ഉറപ്പാണോ? ആണോ? എങ്ങനെ ടെൻഷൻ ആക്കരുത്. ഇത്രയും നേരം ഞാൻ ഒരു പഠിച്ചത് എങ്ങനെ ടെൻഷൻ ആക്കാൻ മൈൻഡ് റീഡിംഗ് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവും. ബറാക് ഒബാമയല്ല, നെൽസൺ മണ്ടേലല്ല, മൈക്കൽ ജാക്സൺ അല്ല. ടെൻഷൻ ആക്കരുത്. ഇല്ല, ഇത് ഞാൻ മാഡം വരുന്നതിന് മുമ്പ് ഫാദറിനെ കൊടുക്കുന്ന സാധനമാണ്. അതൊന്ന് ഓപ്പൺ ചെയ്തേ. ഓപ്പൺ ചെയ്യും. അത് ഇങ്ങനെ ഉണ്ടല്ലോ. ഫുള്ളായിട്ട് നടത്തോ? നോക്കൊന്ന് കാണിച്ചേ. നോട്ട് കാണിച്ചേ. ഇത് ഇദ്ദേഹമാണോ? ആരാണ്? ആ, ഡൊണാൾഡ് ട്രംപ് അല്ലേ? ആണോ? യെസ്. അപ്പോൾ നിങ്ങൾ 25 പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രഡിക്റ്റ് ചെയ്തല്ലേ? അപ്പോൾ 25 നിങ്ങളെ ഫോഴ്സ് ചെയ്ത് പറയിപ്പിച്ചതല്ലേ? നിങ്ങളെ മൈൻഡ് ഞാൻ റീഡ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ ഞാൻ ഫോഴ്സ് ചെയ്തതല്ലേ? ആണോ? ആണോ? ഓ, മാഡം കൺഫ്യൂഷൻ ആണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇനി നമുക്ക് നിർത്താറായോ? നിർത്താറായോ? അതോ വേണോ? ഇതൊന്നുകൂടെ വേണോ? ഒരു കാര്യം ചെയ്യാം. 2 പേര് മഴ ശരി, ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ മാഡത്തിന് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എനിക്ക് 2 പേർക്ക് നിങ്ങളെ നാമെന്ന് അറിയാം. ഓക്കെ, ശരി. കണ്ണടക്കി 2 പേർക്ക് കണ്ണ് ക്ലോസ് ചെയ്യുക. 2 പേര് കണ്ണ് ക്ലോസ് ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചില്ല. അതായത് ഇനി ഒരു 2 മിനിറ്റ് ടൈം, 2 മിനിറ്റ് ടൈം നിങ്ങളുടെ ബോഡി എവിടെയെങ്കിലും നിങ്ങൾക്ക് ടച്ച് ഫീൽ ചെയ്യുന്നതായിട്ട് വളരെ ശ്രദ്ധിച്ചില്ല. അതായത് ഒരു ഈച്ചയോ കൊതുകോ പോലും നിങ്ങളെ ബോഡിയെ ടച്ച് ചെയ്താൽ നിങ്ങൾ അത് ഫീൽ ചെയ്യണം. ആ ഈ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വന്നിക്കാം. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് വളരെ കോൺസെൻട്രേറ്റ് വന്നിക്കാം. എന്നെ പഠിക്കാൻ വേണ്ടി കണ്ണ് തുറന്ന് നോക്കരുത്. ബോഡി എന്തെങ്കിലും ടച്ച് ഫീൽ ചെയ്തെങ്കിലും കൈ പോകണം. ഓക്കെ, കണ്ണു തുറക്കണ്ട. എത്ര പ്രാവശ്യം ടച്ച് ഫീൽ ചെയ്യുന്നത് വേറൊണ്ടാണ് കാണിക്കാമോ? എത്ര പ്രാവശ്യമാണ് ടച്ച് ഫീൽ ചെയ്യുന്നത്? എത്ര പ്രാവശ്യം ടച്ച് ഫീൽ ചെയ്യുന്നത് വേറൊണ്ടാണ് കാണിക്കാമോ? ഓക്കെ, ഓക്കെ, വെരി. ഏത് ഭാഗത്താണ് ടച്ചിങ് തൊട്ട് കാണിക്കാമോ? ടച്ച് എവിടെയാണ് ഫീൽ ചെയ്യുന്നത് തൊട്ട് കാണിക്കാമോ? അല്ല, കറക്റ്റ് സ്ഥലം തൊട്ട് കാണിക്കാം. ടച്ച് ഫീൽ ചെയ്യുന്ന കറക്റ്റ് സ്ഥലം. ഓക്കെ, ഓപ്പൺ ഐസ്. ഓക്കെ, താങ്ക് യു. വളരെ ഒരു വലിയുണ്ട്. നമുക്ക് പ്രിൻസിപ്പൽ അച്ഛനെ വിളിക്കാം. അച്ഛൻ
സുന്ദരിയായ യുവതിയുടെ അവിടെ നിൽക്കുന്ന റിസപ്ഷനിസ്റ്റിൻ്റെ അവിടെ നിൽക്കിയതാണ്. ഫ്രീ ആയിട്ട് ഇതിലൂടെ ഇനി നമ്മുടെ ഫാദറിൻ്റെ മനസ്സിൽ എന്തോ ഒരു ഗാനം, ഒരു സിനിമാ ഗാനം ഫാദറിൻ്റെ മനസ്സിലുണ്ട്. ഫാദർ ഗാനം മനസ്സിൽ ഇങ്ങനെ പാടുന്നതോടൊപ്പം തന്നെ ആ ഗാനത്തിന് സെൻറ്റിയിൽ കൊടുക്കുന്നതായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യും. ഓക്കെ, മാഡം മസിലൊക്കെ ഫ്രീ ആക്കിയിട്ട് കൈ ഫ്രീ ആയിട്ട് അതിലൂടെ ഓടിക്കും. കൈ ഫ്രീ ആയിട്ട് പേപ്പറിലൂടെ എഴുതിക്കോളൂ. ഫ്രീ ആയിട്ട് എഴുതിക്കോളൂ. കൈ ഫ്രീ ആയിട്ട് ഞാൻ പറയുന്നത് കൈ ഫ്രീ ആയിട്ട് പാടിക്കൊണ്ടിരിക്കും. മനസ്സിലിങ്ങനെ കൈ ഫ്രീ ഫ്രീ ആയിട്ട് പോട്ടെ. ഓക്കെ, കണ്ടുകൊണ്ടല്ല ഇനി ആ പേപ്പർ ഓക്കെ. നമ്മളെ മ്യൂസിക് മാമുണ്ട്. മ്യൂസിക് മാം ചെയ്യുന്നുണ്ട്. ആ പേപ്പർ കൊടുത്തോളൂ. അതൊന്ന് നമുക്ക് നോക്കിയിട്ട് ആ പാട്ടൊന്ന് പാടാൻ esteemed colleagues, supporting staffs, and my dear students, good morning. Today we gather to celebrate a day dedicated to the heart and the soul of our institution, you, our little children. Children's Day is not just a day of fun and games, but a day to acknowledge the immense potential that each one of you carries. Our beloved Prime Minister Pandit Jawaharlal Nehru, often referred to as Chacha Nehru, had a deep affection for children. He believed that children are the future of our nation, and their dreams and aspirations hold the key to a brighter tomorrow. As we celebrate this special day in Christ, let us remember the values that Chacha Nehru cherished. First one is curiosity. Always be eager to learn and explore. Ask questions, seek answers, and never stop wondering. Second, kindness. Treat everyone with respect and compassion, regardless of their differences. Third, hard work. Strive for excellence in everything you do. Remember, success comes through dedication and perseverance. Fourth one, creativity. Let your imagination soar. Think outside the box and come up with innovative ideas. Thank you so much, and again we celebrate today your dedication, hard work, and outstanding achievements in academics. Each star awarded you is a symbol of the perseverance and the passion you bring to your studies. Remember, this star is not just a recognition of your past efforts, but also a reminder of the potential you hold for the future. So let us motivate you to reach even great heights, pursue knowledge with enthusiasm, and continue growing as learners and leaders.
congratulate and thank all the staff students for your great efforts, and I wish all of you, the students, at the same time the superstar those who are sitting here. So better future, all the best for all the children, those who are in this gathering. Thank you so much.